ഹായ് വോസ്, ഞാൻ ഷൈജു കോഷ്ടക്കാവ്. ഷൈം വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നല്ല മനോഹരമായ ഒരു ബോക്സിലാണ് നമ്മളെ ഈ കാർ വാഷ് വന്നിരിക്കുന്നത്. ചെറിയ ലൈറ്റ് വെയിറ്റ് സാധനമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഒരു പെട്ടിക്കുള്ളിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് ആ പെട്ടി, വളരെ മനോഹരമായൊരു പെട്ടി. ആ ബോക്സ് ഞാൻ പതുക്കെ അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണിച്ചു തരാം. വളരെ അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് 500 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്രയും പൈസ ലാഭമുണ്ട്. ഇപ്പം നമ്മൾ തുറന്നപ്പോൾ തന്നെ കാണുന്നത് അതിൻ്റെ ഓസാണ്. ഏകദേശം ഒരു 20 മീറ്റർ നീളം വരുമെന്നായിരിക്കും. 20 മീറ്റർ വരത്തില്ല, അത് ഒരു 10 മീറ്ററോളം നീളം വരും. പിന്നെ ഒരു കവറിനകത്ത് അതിൻ്റെ ഗണ്ണിൻ്റെ നോബ്, പിന്നെ ഒരു യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ കണക്ട് ചെയ്യുന്ന ഫുഡ് വാൽവ്, കണക്ടർ, പിന്നെ മൗത്ത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഒരു പൗച്ചിനകത്ത് തന്നെ വരുന്നുണ്ട്. തൊട്ട് ബാക്കിലായിട്ടാണ് ഇതിനകത്ത് യൂസർ മാനുവൽ വരുന്നത്. പിന്നെ ഇത് നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ബോട്ടിലാണ് കേട്ടോ, ആണ് ഇതിനകത്തുള്ളത്. മൂന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ ചാർജറാണ്, ബാറ്ററിയുടെ ചാർജറാണ്. ബാറ്ററി ചാർജർ നമ്മൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജറിനകത്ത് പച്ച ലൈറ്റ് കത്തും. ചാർജ് ആയില്ലെങ്കിൽ അതിലെപ്പോഴും ചുവപ്പ് ലൈറ്റ് തന്നെ ആയിരിക്കും. ഇതാണ് 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. അതിൻ്റെ ആ സൈഡിലാണ്, അതാണ് കറക്റ്റായിട്ടുള്ള നമ്മൾ കണക്ട് ചെയ്യുന്ന പിന്ന് കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യാൻ പിന്നെ കണക്ട് ചെയ്യുന്ന നോബുള്ളത്. ഇതുപോലെ 2 ബാറ്ററിയാണ് വരുന്നത്. കാരണം ഒന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇതാണ് ഗണ്ണെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ കളിക്കാനുള്ള തോക്കിൻ്റെ അതേ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ആ സൗണ്ട് കേൾക്കുന്ന തോക്കില്ലേ, ഓണത്തിനൊക്കെ വാങ്ങുന്ന, അതിൻ്റെ അതേ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ഇതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ വെച്ച് പുറകോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഊരിയെടുക്കുന്ന ചുവപ്പ് ബാറിനകത്ത് ഞെക്കി ബാക്കിലോട്ട് വലിച്ച് അത് ഊരിയെടുക്കാം. നല്ല ശബ്ദമാണ് കേട്ടോ അതിനകത്ത്, നല്ല ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തോക്കിനകത്ത് വരുന്ന അതേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ഒന്ന് ഞെക്കിയപ്പോൾ അത് വർക്ക് ചെയ്ത കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടത്. അവിടുന്ന് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് വെള്ളം കുറച്ച് നിന്നിട്ടുണ്ടാവുക. ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ. അതാണ് ഞാൻ ഇനിയിപ്പോൾ അത് നേരത്തെ കാണിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം കയറി. ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് അകത്തേക്ക് വെക്കുമ്പോഴും ഫുള്ള് വെള്ളം അതിനകത്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് തിരിച്ച് പാക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. യൂസർ മാനുവലിനകത്ത് എല്ലാം അതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അറിയാവുന്ന രീതി വെച്ച് നമുക്ക് അതിൻ്റെ ഗണ്ണ് ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഫ്രണ്ടിൽ കണക്ട് ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത ഒരു കപ്പും ഉണ്ട്. ആ കപ്പും നല്ല വൃത്തിയായിട്ടൊന്ന് പിടിച്ച് ബാക്കിലോട്ട് ഇടണം. കപ്പ് ഫ്ലെക്സിബിൾ സാധനമാണ്, അതിനകത്ത് ത്രെഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് അതിൻ്റെ നോബ് കണക്ട് ചെയ്യാനുള്ളത്. നോബ് 2 സൈസ് നോബാണ്. ബോഡി വാഷിന് ഒരു സൈസ് ചെറിയൊരു നോബ്, പിന്നെ മറ്റേ അണ്ടർ വാഷിങ്ങിൻ്റെ ഒക്കെ നല്ല ചെളിയൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല പ്രഷറിൽ അടിച്ച് കയറുന്ന, നല്ല സൂചി പോലെ കുത്തി കയറുന്ന ടൈപ്പുള്ള ഒരു നോബും ഉണ്ട്. അതാണ് ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ കാണുന്നത്. സർവീസ് സ്റ്റേഷനിലൊക്കെ സാധാരണയായിട്ട് വിരൽ വെച്ചിട്ട് അതിനെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് വിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും വേണ്ട. നമുക്ക് ഓൾറെഡി 2 മൗത്ത് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇത് അവൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അത് കുത്തി കൊടുത്താൽ മാത്രം മതി. ഇതാണ് പ്രഷർ ഉള്ള നോബ്, കാരണം സ്പോട്ടിലടിക്കുന്നത്. മറ്റത് വേറെ വെള്ളമുള്ളത് അത് ഇതിനുള്ള മറ്റേ ബോഡി വാഷ് ചെയ്യുന്ന. ഇതിട്ട് ബോഡിക്കകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പെയിൻറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് അളവിക്കുന്നെങ്കിലും അല്ലെങ്കിൽ പെയിൻ്റ് അളവായി പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ബോഡി വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഇതായിട്ട് ചെയ്യാവൂ. അപ്പോൾ ഇതിൻ്റെ ഓസ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓസിൻ്റെ ഒരറ്റത്താണ് നമ്മൾ നേരത്തെ കണ്ട ഫുഡ് വാൽവ് കണക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ നമ്മൾ തോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമ്മൾ ഒന്ന് വണ്ടി സർവീസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനുള്ള ചെളിയും കച്ചറയൊക്കെ അതിനകത്ത് കയറും. പിന്നെ അത് പെട്ടെന്ന് കൊണ്ട് ഇത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രണ്ടിലേക്ക് അടിക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി സർവീസ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നല്ല സ്പ്രേ. ഇത് നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ ഉപയോഗിക്കും. കാർ വാഷിന് മാത്രം എടുത്താൽ മാത്രം പോലും നമുക്കിപ്പോൾ മേളിൽ ഇത് എന്തെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ വെള്ളം പാഴായി പോകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വണ്ടി, ഇതിപ്പോൾ എൻ്റെ വണ്ടി ഞാൻ കഴിവാണ്, ഒരു ബക്കറ്റ് വെള്ളത്തിൽ, കാരണം വെള്ളം അത്രത്തോളം ലാഭമാണ്. നമുക്ക് വേനൽക്കാലത്ത് പോലും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാനിപ്പോൾ ഇതിനകത്ത് സോപ്പ് അടിച്ചിട്ടുണ്ട്. സോപ്പെല്ലാം നമ്മൾ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് ബഫ് ചെയ്ത് വിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിവാം. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ വാച്ച് അവർ തീരെ കുറവാണ്. ഏകദേശം 2045ഓളം പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് വാച്ച് അവർ മാത്രമേ കയറാനുള്ളൂ. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇതുപോലുള്ള വീഡിയോസ് ഷൈൻ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനകരമായ വീഡിയോസ് കാണാം. അപ്പോൾ ഗുഡ് ബൈ.